ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഷാർജ ഷേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വീട്ടിൽ തന്നെ ഷാർജ ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. അത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. നമ്മൾ കടകളിൽ നിന്നൊക്കെ 100-150 രൂപയൊക്കെ കൊടുത്ത് വാങ്ങുന്ന ഈ ഒരു ഷാർജ ഷേക്ക് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ തന്നെ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഷേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ചെറുപഴം ചേർത്ത് കൊടുക്കുക. ചെറുപഴം 3 വരെ ചേർത്ത് കൊടുക്കുക. പുളിയില്ലാത്ത ചെറുപഴം ചേർത്ത് കൊടുക്കണം. ഞാലിപ്പഴം, പൂവമ്പഴം അതൊക്കെ ചേർത്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഇനി പാലാണ്. പാല് നല്ല പോലെ കട്ടിയാക്കിയിട്ട് തന്നെ എടുക്കണം. അത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ല പോലെ കട്ടിയാക്കി എടുക്കണം. അപ്പോൾ ആ പാല് ഞാനിത് അവിടെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ വീടുകളിൽ നിന്ന് വാങ്ങണ പാലാണെങ്കിൽ അത് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം കട്ടിയാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് നല്ലപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പാക്കറ്റ് പാലിൽ ഞാൻ 2 ഗ്ലാസ്സാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഷാർജ ഷേക്ക് പുറത്തുനിന്നും വാങ്ങി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയപ്പോഴും കിട്ടിയിട്ടുള്ളത്. നമ്മൾ ബൂസ്റ്റ് ചേർത്തപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോർലിക്സ് ചേർത്ത് കൊടുക്കുക അതിന് പകരമായിട്ട്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ ബദാമോ കാഷ്യൂനട്ടോ ഒന്നും ചേർത്തിട്ടില്ല. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിക്കാണ്. ഇനി ബൂസ്റ്റ് പൊടിയുടെ ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബൂസ്റ്റ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ഈ ചൂടുകാലത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ ഈസിയായി തയ്യാറാക്കിയ ഈ ഒരു ഷാർജ ഷേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.